ഓക്കെ, ഞാനിന്ന് ടി.ഡി. രാമകൃഷ്ണന്റെ ഫ്രാൻസിസ് സിറ്റിക്കോര ഈ നോവലിന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആക്ച്വലി ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC ബുക്സ് ആണ്. ഇതിന്റെ 46ാമത്തെ പതിപ്പാണ് ഞാൻ വാങ്ങിച്ചത്. സോ ഈ ഒരു കഴിഞ്ഞ മാസമല്ല, ഒരു 2-3 മാസം മുന്നേ, ഒരു മാർച്ച് ആ ഒരു ടൈമിൽ ഈ ഒരു ബുക്ക് ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷേ ഒരു റീഡർ എന്ന നിലയ്ക്ക് എന്റെ റിവ്യൂ എന്ന് പറയുന്നത് ഇത് കുറച്ച് ഓവർ ഹൈപ്പഡ് ആയിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് എഴുതിയിട്ടുള്ള അതിന്റെ റൈറ്ററിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഫേർട്ടിനെയോ ഒന്നിനും ഞാൻ ക്രിട്ടിസൈസ് ചെയ്ത് പറയില്ല. അത് ചില റീഡേഴ്സിന് ചിലപ്പോൾ നല്ലതായിട്ട് തോന്നാം. പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ബെന്യാമിന്റെ നോവൽസ് സോ ഞാനത് കമ്പാരിസൺ ചെയ്യുന്നതല്ല, പക്ഷെ എന്റെ ചെറിയൊരു അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ നോവല് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത് 1,00,000-ലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ കൃതി എന്ന ഇതിന്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി ടൈപ്പ് ആയിട്ടുള്ള ഒരു നോവലാണെന്ന് ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, DC ബുക്സിന്റെ ഏജൻസ് അവിടെ നിൽക്കും. നമ്മൾ സ്റ്റോറിൽ പോയി വാങ്ങിക്കുമ്പോൾ അതിലെ ഏജൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് നമ്മളോട് റെക്കമെൻഡ് ചെയ്ത ബുക്കാണിത്. നല്ല ബുക്കായിരിക്കും, നല്ല ബുക്കാണ്, അതായത് വിച്ച് ക്രാഫ്റ്റ്, ഹൊറർ. എനിക്ക് ഹൊറർ സീരീസ് പൊതുവെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഹൊറർ ഉള്ള ബുക്ക് എന്തായാലും ഞാൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ഹൊറർ ജാനറയിലുള്ള ഏതെങ്കിലും ഒരു ബുക്ക് ഉറപ്പായിട്ട് എടുത്തിരിക്കും. അപ്പൊ ഞാൻ ഒരു 5 ബുക്കൊക്കെ ഒരുമിച്ചിട്ടാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഒരു 5 ബുക്ക് ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ 2-3 എണ്ണൊക്കെ ഹൊറർ ഉണ്ടായിരിക്കും. സോ അതിൽ ഒന്ന് ഹൊററായിട്ട് ഉദ്ദേശിച്ച് ഹൊറർ ആയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഏജന്റിന്റെ അടുത്ത് വരെ ചോദിച്ചതാണ് ഇത് ഹൊററാണോ എന്നുള്ളത്. ആളടക്കം ഇത് ഹൊററാന്ന് പറഞ്ഞിട്ട് ഞാൻ ബുക്ക് വാങ്ങിച്ചത്. പക്ഷെ വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. ഞാൻ ഈ അദ്ദേഹത്തിന്റെ നോവല്, അദ്ദേഹം നല്ലൊരു നോവലിസ്റ്റ് ആണ്. ഞാൻ അദ്ദേഹത്തിന് ഒന്നും തെറ്റായിട്ടോ റോങ് ആയിട്ടോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ വായിക്കുന്ന ബുക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്ന ബുക്കുകളിൽ ആ ബുക്കാണെന്ന് വിചാരിച്ചിട്ട് ഇഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ട് മൊത്തം ഒരു ഡിസപ്ഷനിൽ അകപ്പെട്ട പോലെ ഞാൻ, അതാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. പിന്നെ എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ് പറഞ്ഞാൽ നമുക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്, അതായത് നമുക്ക് നിർത്താൻ തോന്നില്ല ചാപ്റ്റർ വായിക്കുന്നത്. പക്ഷേ അതിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ, അതായത് നമ്മുടെ മിഡിൽ പോർഷൻ ഉണ്ടല്ലോ, അത് ആ ഒരു പോർഷനിലാണ് ആക്ച്വലി നമ്മുടെ റീഡേഴ്സ് ഏറ്റവും കൂടുതൽ ബുക്ക് അഡിക്റ്റ് ആയിട്ട് മാറുന്നത് മിക്ക നോവലിന്റെ കേസിലും. അതായത് ഇനീഷ്യൽ പോർഷനിൽ നമ്മളെങ്ങനെ ആദ്യം ജസ്റ്റ് ഒരു വാമപ്പ് പോലെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? പിന്നെ മിഡിൽ പോർഷൻ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സ് പോലെ നമുക്ക് തോന്നി നമ്മൾ അങ്ങനെ മനസ്സിൽ സ്വന്തമായിട്ട് അങ്ങനെ ഫീൽ ചെയ്ത് വായിക്കുന്ന ഒരു ടൈമായിരിക്കും മിഡിൽ പോർഷൻ. പക്ഷെ ഇതിന്റെ മിഡിൽ പോർഷനിൽ മൊത്തം മാത്തമാറ്റിക്സിന്റെ ഹിസ്റ്ററി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഇപ്പൊ CBSE ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിക്കുന്ന, CBSE-ലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറെ ഹിസ്റ്ററി കൊടുത്തിട്ടായിരിക്കും. ഇപ്പോഴത്തെ ന്യൂ ആയിട്ടുള്ള എഡിഷനിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഓൾഡ് എഡിഷനിൽ ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ആൽജിബ്രായിക് ഇക്വേഷൻസിന്റെ എല്ലാത്തിന്റെയും. അപ്പൊ നമുക്ക് എന്താ, വെറും പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി, അല്ലെ? പ്രോബ്ലംസ് മാത്രം ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഹിസ്റ്ററി ഒന്നും വേണ്ട. സോ നമ്മൾ അത് നോക്കുക പോലും ചെയ്യില്ല, മൈൻഡ് ചെയ്യുക പോലും ചെയ്യില്ല. ഇത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ ഒരു ശിക്ഷയായിട്ട് കിട്ടിയതാണോ എന്നറിയില്ല. ആ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങൾ മുഴുവനും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മിഡിൽ പോർഷനിൽ ഫുള്ള് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു ഇന്ററാക്ഷൻ സംഭവങ്ങൾ വരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ, ക്യാരക്ടർ ഡെവലപ്മെന്റ് തീരെ ഇല്ല ഇതിനകത്ത്. ഇപ്പൊ ഇതിനകത്ത് ബിന്ദു, രേഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2-3 ക്യാരക്ടേഴ്സ്, ബെന്നി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോ ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നല്ലാതെ ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പേഴ്സൺ എങ്ങനെയാണ് എന്നുള്ളത്, അതല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, കാര്യങ്ങൾ, ഇതിനൊന്നും തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരു ഇത്തിക്കോര എന്ന് പറയുന്ന ഒരാള് ഈ മെയിൽ അയക്കുന്നുണ്ട്. ഈ മെയിൽ അയക്കുന്നത് ഫുള്ള് ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്, അതാണ് മൊത്തം ഈ നോവലിന്റെ മിഡിൽ പോർഷനിൽ വരെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ അല്ലേ മിഡിൽ പോർഷൻ. ഈ പോർഷനിൽ കൊണ്ടുപോയിട്ട് നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഹിസ്റ്ററി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ നമ്മൾ ഫ്രാൻസിസ് സിറ്റിക്കോരയ്ക്ക് ശരി മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയാം. സോ അദ്ദേഹം കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒരു ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തുക, ബാക്കി മൊത്തം നമ്മൾ ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, ഇന്ററാക്ഷൻസ് കൂട്ടുക. അതല്ല ഒരു നോവൽ കൊണ്ട് നമ്മൾ വായനക്കാരെ ആഗ്രഹിക്കുന്നതും എക്സ്പെക്ട് ചെയ്യുന്നതും അതാണ് ആക്ച്വലി. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനകത്തുള്ള ക്യാരക്ടേഴ്സുമായിട്ട് അത്രയും ഒരു ഇന്റിമസി, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഒരു ക്യാരക്ടറിനെ എത്രത്തോളം നമ്മൾ ആഴത്തിലും ഡെപ്തിലും മനസ്സിലാക്കുന്നു, അത്രത്തോളം നമുക്ക് ആ നോവലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ നോവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി. പക്ഷേ അതില്ല, പോട്ടെ, എന്നാൽ ഹൊറർ ആണെന്നാണ് എന്നോട് അവിടുത്തെ ഏജൻസ് പറഞ്ഞത്. ചിലപ്പോൾ അവരത് വായിച്ചിട്ടില്ലായിരിക്കാം. അതിനകത്ത് ഹൊറർ എന്ന് പറയാനുള്ള ഒരു പോർഷൻ പോലും, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പോലും ഹൊറിഫിക് ആയിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഒക്കൾട്ട് അല്ലെങ്കിൽ വിച്ച് ക്രാഫ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തീരെ ഇല്ല. ഒരു തരത്തിലുള്ള വിച്ച് ക്രാഫ്റ്റ്, ഒക്കൾട്ടും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. സോ ഇതിന്റെ ഇപ്പൊ ഞാൻ 3/4 ആണ് വായിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഓടിച്ച് വായിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. കാരണം ഇനി ഒരു 4-5 ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ. പക്ഷെ ഞാനിത് ഓടിച്ച് വായിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ മാത്തമാറ്റിക്സിന്റെ ഹിസ്റ്ററി പഠിക്കാനാണെങ്കിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ പോരെ, മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടും മാത്സിന്റെ മാത്തമാറ്റിക്സിന്റെ ഹിസ്റ്ററി എന്താന്നുള്ളതൊക്കെ. ഇദ്ദേഹം
അപ്പൊ ഞാനിത് ഫസ്റ്റത്തെ ഒരു 3 ചാപ്റ്റേഴ്സ് ഒക്കെ വായിച്ച സമയത്ത് ഇത് നല്ല നോവലാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിളിൽ ഈ നോവലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നോവലാണോ എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ പേര് നല്ല റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് റിയൽ ആയിട്ടുള്ള ഇവന്റ്സ് ഉണ്ട്. റിയൽ ഇവന്റ്സിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് വരുത്തിയിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം ശരിയാണ്. കുന്നംകുളത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലൊക്കെയാണ് ഇത്. ഓക്കെ, എല്ലാം ശരി. തൃശ്ശൂർ ലാംഗ്വേജ്, സ്ലാങ്, കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പക്ഷെ ഒരു പോർഷൻ എത്തുന്ന സമയത്ത് ഭയങ്കര നമുക്ക് ക്രിഞ്ചടിക്കും, ക്യാരക്ടേഴ്സിനെ വെറുത്ത് തുടങ്ങും. നന്നായിട്ട് വെറുത്ത് തുടങ്ങുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ്. ഗേൾസിന്റെ ക്യാരക്ടേഴ്സ് അല്ലാതെ ആണുങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര നമുക്ക് വെറുത്ത് പോകുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സദാം ഹുസൈന്റെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ആ ഒരു പോർഷനൊക്കെ കുറച്ച് നന്നായിട്ട് വന്നായിരുന്നു. പക്ഷെ എന്തിനാണ് ഈ ബുക്കിന്റെ കണ്ടന്റ് കൂട്ടാനാണോ ഇതിനകത്ത് മാത്തമാറ്റിക്സിന്റെ ഇത്രയും ഹിസ്റ്ററി നമ്മൾ അത്ര ബോറടിപ്പിക്കുകയും ലാഗ് അടിപ്പിക്കുകയും ചെയ്യും. ഈ മാത്തമാറ്റിക്സിന്റെ ഹിസ്റ്ററി ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഇതിന് അത്യാവശ്യം നല്ലൊരു ബുക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യായിരുന്നു. ഇത് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന പോലെ. മാത്സിന്റെ ഹിസ്റ്ററി നമുക്ക് വായിച്ചിട്ടൊന്നും കിട്ടാനില്ല. നമുക്ക് ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മുടെ മനസ്സിൽ ആ ക്യാരക്ടറിനെ ഒരു റിയൽ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നമുക്ക് ആ ഒരു നോവലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇത് ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ. അത് നമ്മൾ ചിലപ്പോൾ ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. മേ ബി കുറെ റീഡേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ബട്ട് ഐ ഡോണ്ട് നോ. എനിക്ക് ഈ നോവലിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ, അതെന്ന് പറഞ്ഞാൽ മേജർ പോർഷൻ ഓഫ് ദ നോവൽ കൺസിസ്റ്റ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ തിങ്. ഓക്കെ, സോ ആ ഹിസ്റ്റോറി എന്നുള്ള ഭാഗമാണ് ഈ നോവലിനെ മെയിനായിട്ട് ഈ നോവൽ എടുത്ത് കാണിക്കുന്നത് ആ ഹിസ്റ്റോറിക്കൽ പോർഷനാണ്. സോ വൈ, എന്തിനാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് ഇത്രയും നിറച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇട്ടിക്കോര ഒരു മെർച്ചന്റ് ആയിരുന്നു, വേറെ വേറെ രാജ്യങ്ങളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്, മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, പിന്നെയും കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പറയാം. പക്ഷെ അതിനൊരു ലിമിറ്റ് വേണമല്ലോ. ഇത് ഹിസ്റ്ററി മാത്രം നമുക്ക് കുറെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ ഹിസ്റ്ററി നമുക്കൊരു വായിച്ചിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരു നോവലിന്റെ അകത്ത് നിന്ന്. പിന്നെ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10-20-25 പേജസ് ഒരു ആമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇതേപോലെ പണ്ടത്തെ ഹിസ്റ്ററി ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല അതിന്റെ ബാക്കിലും ബാക്കിലത്തെ ഭാഗങ്ങൾ ഞാൻ വായിച്ചെത്തിയിട്ടില്ല. ബാക്കിലെല്ലാം കുറെ കാര്യങ്ങളുണ്ട്. അതും ഇതുപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കാം, നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ. ആക്ച്വലി ഇത് എഡ്യൂക്കേഷണൽ പാർട്ടിൽ വരേണ്ട ഒരു ബുക്ക് ആയിരിക്കാം. ഓക്കെ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കിൽ വരേണ്ട ഒരു ബുക്കാണ് ആക്ച്വലി ഇത്. കാരണം മാത്സ് പഠിക്കാനും മാത്സിന്റെ ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ബുക്ക് എടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. എഡ്യൂക്കേഷണൽ ടൈപ്പ് ബുക്കായിട്ട് നമുക്കിത് കൺസിഡർ ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഫിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഹൊറർ ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നോവൽസോ അങ്ങനെ ഒന്നും അല്ല ഈ ഒരു ഫ്രാൻസിസ് ഇട്ടിക്കോര. ഒരുപാട് പ്രതീക്ഷയോടെ വാങ്ങിച്ച ബുക്കാണ്. ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയായിരിക്കും. അബൌട്ട് 450 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ എന്റെ പൈസ പോയി എന്നല്ലാതെ എനിക്ക് ഈ ബുക്കിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു നമ്മൾ ആക്ച്വലി ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് ഹൊറർ ആയിട്ടുള്ള ടൈപ്പ് ജാൻഡ്രെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജാൻഡ്രെ വേണമല്ലോ ഒരു നോവൽ, ഏതൊരു നോവലാണെങ്കിലും. സോ ഹൊറർ ആണെങ്കിൽ അത്, വിച്ച് ക്രാഫ്റ്റ് ആണെങ്കിൽ അത് എന്താ ഒരു ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു ജാൻഡ്ര ഉണ്ടാവുമല്ലോ. ഇതിന് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഇല്ല. ഇത് ആക്ച്വലി എഡ്യൂക്കേഷണൽ ജാൻഡ്രയിൽ ബിലോങ് ചെയ്യേണ്ട ഒരു ബുക്കാണ് ആക്ച്വലി. ഇപ്പൊ നമ്മള് ഇങ്ങനെ കുറച്ച് ബുക്സ് ഉണ്ടല്ലോ, ന്യൂറോ ഏരിയ, ജീൻ, പരകായ പ്രവേശം, അങ്ങനെയുള്ള നോവലിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള തീമുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഒരു ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ആളുടെ ഒരു അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി പറയാം. പക്ഷെ സ്റ്റിൽ അവിടെ മാത്തമാറ്റിക്സിന് എന്തുകൊണ്ട് ഇവർ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ ബുക്കിന്റെ പേജസ് ഇൻക്രീസ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ഒരു എഡിറ്റർ ഇത് എല്ലാം കൂടെ അതിനകത്ത് വെച്ചത് സെല്ല് ചെയ്യാൻ സമ്മതിച്ചെന്ന് അറിയില്ല. ഈ ബുക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിലുള്ള ആമുഖം മാറ്റിയാലും അതിന്റെ ബാക്കിലുള്ള ഭാഗം ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ എന്തൊക്കെയോ പുറത്തുനിന്നുള്ള ഇതേപോലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളാണ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞാൽ ഈ ബുക്സിൽ ഉണ്ടാവാൻ പോകുന്നത് ഒരു അബൌട്ട് ഒരു 200 പേജസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുള്ളൂ. 200 പേജസ് ഉണ്ടാവില്ല അതിനകത്ത് വരുന്ന റിയൽ കണ്ടന്റ് നമ്മൾ വായിക്കുകയാണെങ്കിൽ. ആ കണ്ടന്റിനകത്ത് ഇടയിൽ വരുന്ന ചാപ്റ്റേഴ്സ് മുഴുവനും ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററിയാണ്, മാത്സിന്റെ ഹിസ്റ്ററിയാണ് വരുന്നത്. സോ നമുക്ക് എന്തിന് നമ്മൾ ഈ ബുക്ക് വായിക്കണം? ഇതിന്റെ ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സ്, ലാസ്റ്റ് 2-3 ചാപ്റ്റേഴ്സ് മാത്രം വെച്ച് ചെറിയൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്താൽ പോരായിരുന്നില്ലേ?